നമസ്കാരം. ഡൽഹിയിൽ പാറ്റാ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ തരത്തിലുള്ള കലാപാഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരവധി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ജിഹാദിയുടെ കലാപാഹ്വാനം പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് ഈ ജിഹാദിയെ ഒന്ന് കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുൻപിൽ എത്തിക്കുവാനുള്ള സഹായം പ്രേക്ഷകരിൽ നിന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ അത് മാത്രമാണ് ഉദ്ദേശം. ഒരു ചെറിയ വിശകലനം, ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഇതെല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ജിഹാദികളുടെ ഒരു സ്വഭാവവും ഇത്തരത്തിലുള്ള എന്തെങ്കിലും കലാപം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ രക്തപങ്കിലമാക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളുമെല്ലാം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതെല്ലാം പ്രേക്ഷകർക്ക് അനുഭവമുള്ളതാണ്. തത്വമയി ന്യൂസ് തന്നെ ഇത്തരത്തിലുള്ള വിവിധ ഉദാഹരണങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ തെളിവുകൾ സഹിതം അവതരിപ്പിച്ചിട്ടുമുള്ളതാണ്. ഇതിൻ്റെയും തെളിവുകൾ സഹിതമല്ലാതെ ഒരു കാര്യവും തത്വമയി ന്യൂസ് ഇന്നേ വരെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടിയുള്ളൊരു വീഡിയോ ആണ്. വളരെ ഗ്രാമ്യമായ ഭാഷയിലുള്ളൊരു വീഡിയോയാണ്. എന്നിരുന്നാൽ പോലും വളരെ കൃത്യതയോടുകൂടിയുള്ള ആസൂത്രണ സ്വഭാവമല്ല, ആളുകളെ പറഞ്ഞിളക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്വഭാവമുള്ളൊരു വീഡിയോയാണ്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പറയുന്നയാൾ വളരെ ബുദ്ധിയില്ലാത്ത, മാനസിക രോഗമോ മറ്റെന്തോ പ്രശ്നമുള്ള ആളാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ ജിഹാദി സ്വഭാവമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ട് തന്നെ അവരിൽ അക്രമവാസന ഉണരുകയും അവർ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾക്ക് മുതിരുകയും ഒന്നുകിൽ ഡൽഹിയിലേക്ക് വണ്ടി കയറുകയും അല്ലെങ്കിൽ ഡൽഹിയിൽ പോകുവാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ അവരെവിടെയാണോ ആ പ്രദേശത്ത് തന്നെ എന്തെങ്കിലും അക്രമ പ്രവൃത്തിയിൽ, ഭീകരവാദ പ്രവൃത്തിയിൽ ഏർപ്പെടുവാൻ സാധ്യതയുള്ള, അതിലേക്ക് അവരെ തള്ളിവിടുവാൻ പ്രചോദനമാകുന്ന ഒരു വീഡിയോയാണിത്. മുഹമ്മദ് അനസ് എന്നാണ് ഈ ജിഹാദിയുടെ പേര്. ആളെ കണ്ടാൽ തന്നെ ഒരു മൊത്തത്തിൽ അറിയാം, മതഭ്രാന്ത് തലയ്ക്ക് കയറി മറ്റൊന്നും ചിന്തിക്കുവാനുള്ള ശേഷിയില്ലാതായ, മനസ്സ് പരിവർത്തനം ചെയ്ത ഒരു മദ്രസ പൊട്ടനാണെന്ന്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മദ്രസ പൊട്ടൻ എന്ന് നമ്മൾ ഇവരെ വിളിച്ച് പരിഹസിക്കുമ്പോൾ ഒരു കാര്യം നാം എപ്പോഴും ഓർക്കണം. ഇത്തരത്തിലുള്ള പൊട്ടന്മാർ അവരോട് സാമൂഹ്യ പാഠത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പൊതുവിജ്ഞാനത്തെക്കുറിച്ചോ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ പൂർണ്ണമായ മണ്ടത്തരങ്ങൾ മാത്രമേ വിളിച്ചു പറയുകയുള്ളൂ. പക്ഷേ ഭീകരവാദ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും, അത് സാങ്കേതിക വിദ്യ ആയാലും അതിൻ്റെ പിന്നിലുള്ള എത്ര മണ്ടത്തരമായാലും അതിൻ്റെ ആശയങ്ങളായാലും അതിലൊക്കെ അവർക്ക് നല്ല നിശ്ചയമായിരിക്കും, നല്ല അറിവുമായിരിക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും മേഖലയിൽ അറിവ് കുറവുണ്ടെങ്കിൽ അതിനുള്ള അറിവ് അവർക്ക്, അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യയോ അതിന് ആ പരിജ്ഞാനമുള്ള ആളുകളെയോ അവർക്ക് സംഭാവന ചെയ്യുവാനായിട്ട് ഒരു വലിയൊരു ശൃംഖല തന്നെ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതും പല അനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യമായൊരു കാര്യമാണ്. അപ്പോൾ പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ആദ്യം പ്രേക്ഷകരെ ഞാൻ ആ ജിഹാദിയുടെ വീഡിയോ ഒന്ന് കാണിക്കാം. മുഹമ്മദ് അനസ് എന്നാണ് ഈ ജിഹാദിയുടെ പേര്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഹലോ ഗായ്സ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ ഓടിച്ചിട്ട് കുത്തി ഇതാക്കണോട്ടങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രം ഉള്ളേ അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ, കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം, ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടില് കുറെ ടർഫ് കളിച്ചിട്ട് കുത്തി വീണ്, അവിടെ എല്ല് കുത്തിന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഞാനിനി അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ, അഥവാ ഞാൻ സേഫ് ആയിട്ട് നിക്കലുള്ളൂ. ഞാൻ അഥവാ ആരെങ്കിലും എന്താണ് ഇവിടെ നോക്കിക്കണെന്ന് പറഞ്ഞാണ് കുണ്ടി കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ മച്ചു. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ തിനി എടാ കയ്യിലൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പോല്ലേ ഹിസ്റ്റോറിക്കൽ ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ നേപ്പാൾ, അതിന്റെ മുമ്പത്തൊല്ല ശ്രീലങ്ക, അതിന്റെ മുമ്പത്തൊല്ല ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? ഉള്ള പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിണ്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തരെ പോലീസുകാരുണ്ടാവും. ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടാവും പോലീസുകാരെ പിടിച്ചാണ്ട്.
ഓ എന്തൊരു ഇതല്ലേ. ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്ന കണ്ടിട്ട് ആകെ ചോര കൊലിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടക്ക 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 ടക്ക. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങൾ മൂന്നാളും ഒരു PNG ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജെൻസികള് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാന്, അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞല്ല. നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കണ അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ, അങ്ങനത്തെ പല പല സീന് വരാണ്ടടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ചയും കൂടി കേട്ടെ, ഇതൊന്ന് മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല. അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ടിരിക്കണം, അറിയോ? എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലമായി അറിയോ? എന്തായാലും സാധനം തീരാഞ്ഞാ മതിയേന്. അങ്ങനല്ല, സംഭവം സക്സസ് ആവടാ. കണ്ടിട്ട് അതാട്ടാ തോന്നണേ. വീഡിയോ കണ്ടല്ലോ, ഇതാണ് ജിഹാദിയുടെ സന്ദേശം. ഇതൊരു കുട്ടിക്കളിയായിട്ട് തോന്നുന്ന രീതിയിൽ വളരെ ആസൂത്രിതമായി ചെയ്തൊരു വീഡിയോയാണ്, അതിനൊരു സംശയവുമില്ല. പക്ഷേ സംഗതി വിവാദമായതോടുകൂടി ഇപ്പോൾ അക്കൗണ്ട് മുക്കി, വീഡിയോയും മുക്കി, ആൾ ഒളിവിലാണ്. പക്ഷേ ആളുടെ സംബന്ധിച്ച ലഭ്യമായ വിവരങ്ങൾ തത്വമീ ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്ക്രീനിലൊന്ന് കൊടുക്കുകയാണ്. ശ്രദ്ധയോടെ അത് കാണുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആ വിവരങ്ങൾ നിങ്ങളുടെ കയ്യിൽ ശേഖരിച്ച് വയ്ക്കുക. ഇത്തരത്തിലുള്ള ജിഹാദികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുൻപിൽ എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാം. തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ ജിഹാദിക്കെതിരെ കേസുകൾ അല്ലെങ്കിൽ പരാതികൾ നൽകപ്പെട്ട് കഴിഞ്ഞു. നിയമാനുസൃതമായിട്ടുള്ള പരാതികൾ നൽകപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രത്യേകിച്ച് UDF സർക്കാരിൻ്റെ ഭരണമാണ്. ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് ചില അനുബന്ധ ജിഹാദി അനുകൂല സംഘടനകളും അല്ലെങ്കിൽ ജിഹാദി സംഘടനകളുമാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഒരു കരുനീളായി VD സതീശൻ സർക്കാരിൻ്റെ മേലുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇത്തരത്തിലൊരു ജിഹാദിയെ ഏതെങ്കിലും തരത്തിൽ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുവാനായിട്ട് കേരള പോലീസ് എത്രത്തോളം ഉത്സാഹം കാണിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദങ്ങളുണ്ടായി, പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമ നടപടികൾ എടുക്കുവാൻ പോലീസ് നിർബന്ധിതരായാൽ പോലും ഒരുപക്ഷെ ഈ ജിഹാദി മാനസിക രോഗിയാണ് എന്നുള്ള ഒരു ആഖ്യാനം സൃഷ്ടിച്ച് രക്ഷപ്പെടുവാൻ സാധ്യതയുള്ള എളുപ്പത്തിൽ ജാമ്യം മുതൽ ലഭിക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുവാനും സാധ്യതയുണ്ട്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഗുരുവായൂരിൽ ഒരു ഹൈന്ദവ ഹോട്ടലിൻ്റെ തുളസിത്തറയിൽ ഗുഹ്യരോമം പറിച്ചിട്ടൊരു ജിഹാദി ആൾക്ക് മനോരോഗമാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകിയത് തൃശ്ശൂർ പോലീസ് കമ്മീഷണർ നേരിട്ടാണ്. തന്നെയുമല്ല, ആ വീഡിയോ ഇത്തരത്തിൽ ആ ഒരു ഹീനകൃത്യം കാണിക്കുന്ന ആ മ്ലേച്ഛൻ്റെ വീഡിയോ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ മനോരോഗിയായ യുവാവിനെ മാനസികമായി വിഷമമുണ്ടാക്കിയെന്നുള്ളതിൻ്റെ പേരിൽ, അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ പേരിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നു, വർഗീയത പ്രചരിപ്പിക്കുന്നു അതിൻ്റെ പേരിൽ കേസെടുക്കുമെന്നുള്ള ഭീഷണിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ശക്തമായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഇടപെടൽ കാരണം ഈ ജിഹാദിക്ക് മാനസിക രോഗമാണെങ്കിൽ വർഷങ്ങളായി അയാൾ നടത്തുന്ന ഹോട്ടലിന് അയാൾക്ക് എങ്ങനെ ലൈസൻസ് നേടുവാൻ സാധിച്ചു? കാരണം ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിലും മുൻപുള്ള നിയമസംഹിതകൾ അനുസരിച്ചാണെങ്കിലും മനോരോഗമുള്ളൊരു വ്യക്തിക്ക് ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള യാതൊരു ലൈസൻസോ കോൺട്രാക്റ്റോ ഒപ്പിടുവാനോ കൈവശം വയ്ക്കുവാനോ ഒപ്പിടുവാനോ യഥാക്രമം സാധ്യമല്ല. അപ്പോൾ ഇടയ്ക്കിടെ വന്നു പോകുന്ന മനോരോഗമാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്നുള്ളൊരു ഗുരുതരാവസ്ഥ വന്നപ്പോൾ പോലീസ് കൃത്യമായിട്ട് ഇതിനെതിരെ നടപടിയെടുത്തു. ആ ഹോട്ടലിന് പൂട്ട് വീഴുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അഥവാ നാം സമ്മർദ്ദം ചെലുത്തി കൃത്യമായിട്ട് ഗൗരവമേറിയ തരത്തിലുള്ള കേസുകൾ ഇവരുടെ മേൽ ചുമത്തപ്പെട്ടാലും പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നാം അവയെ പിന്തുടരാതിരിക്കുകയും ആ കേസിൻ്റെ പുരോഗതി നാം പിന്തുടരാതിരിക്കുകയും അത് ഒരു എളുപ്പ മാർഗമാക്കി അല്ലെങ്കിൽ അതൊരു സൗകര്യമാക്കി പലപ്പോഴും നിയമം തന്നെ അല്ലെങ്കിൽ നിയമപാലകർ തന്നെ ഇത്തരത്തിലുള്ള ജിഹാദികളെ രക്ഷിക്കുവാനുള്ള പഴുതുകൾ ഒരുക്കി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വാതിലോ ജനലോ ഒക്കെ തുറന്നു കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു
പുരോഗമനത്തിൻ്റെ പിന്തുടർച്ചയുണ്ടല്ലോ, ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്ന കാര്യം, അതും ഇക്കാര്യത്തിൽ വേണ്ടതാണ്. അത് ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയാണ് അത്തരത്തിൽ ഉള്ള ഫോളോ അപ്പ് ചെയ്യാത്ത ആളുകളുടെ കാര്യത്തിലുള്ള പഴി പറയുന്നത്. പ്രേക്ഷകരോട് പക്ഷേ അത്തരത്തിലുള്ള ഫോളോ അപ്പിലേക്കൊക്കെ നാം എത്തുന്നതിന് മുമ്പ് ഈ ജിഹാദിയെ കണ്ടുപിടിച്ച് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ട, ഏറ്റവും ചുരുങ്ങിയത് പൊതുജന മധ്യത്തിൽ ഇയാളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ, മേൽവിലാസം ഉൾപ്പെടെ, കാരണം ഇത്തരത്തിലൊരു കലാപാഹ്വാനം ചെയ്ത ഒരുത്തൻ്റെ സ്വകാര്യതയെ ഞാനോ നിങ്ങളോ മാനിക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല. ഇവൻ മനോരോഗിയാണെങ്കിലും ശരി, മതരോഗിയാണെങ്കിലും ശരി, എന്തായാലും നാടിനാപത്തായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രേക്ഷകർ കഴിയുന്നത്ര നിങ്ങളുടെ ബന്ധങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഈ ജിഹാദി എവിടുത്തുകാരനാണ്, എന്താണ് ഇവൻ്റെ പശ്ചാത്തലം, എങ്ങനെയാണ് ഇവനെ കണ്ടെത്തുവാൻ സാധിക്കുക എന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുവാൻ ശ്രമിച്ചു നോക്കൂ. പരാജയപ്പെട്ടാലും ശ്രമിച്ചു എന്നുള്ളൊരു ആശ്വാസമോ അല്ലെങ്കിൽ ആഹ്ലാദമോ നിങ്ങൾക്കുണ്ടാകും. ആരെങ്കിലും അതിൽ വിജയിക്കുകയാണെങ്കിൽ തത്വമയി ന്യൂസിനെ അറിയിച്ചാൽ മതി. കമൻറ്റുകളിലൂടെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ തന്നെ അക്കൗണ്ടിൽ തന്നെ വേണമെന്നുമില്ല, തത്വമയി ന്യൂസിന് കമൻറ്റായി അത് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് അത് അയച്ചു തരിക. നിങ്ങളുടെ വിവരങ്ങൾ എന്തായാലും രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നതായിരിക്കും. ആ ജിഹാദിയുടെ വിവരങ്ങൾ ഞങ്ങൾ പരസ്യപ്പെടുത്തിക്കൊള്ളാം. ആ ഉത്തരവാദിത്വം തത്വമയി ന്യൂസ് ഏറ്റെടുക്കുന്നു. കാരണം ഇത്തരക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ്. അതും പ്രത്യേകിച്ച് ഇന്ന് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കുവാൻ ഇറങ്ങിത്തിരിഞ്ഞ ശക്തികൾ പല കോണുകളിൽ തലപൊക്കുമ്പോൾ രാജ്യം അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ ഇത്തരം കുത്തിത്തിരിപ്പുകാരെ യാതൊരു തരത്തിലും വളരാൻ അനുവദിക്കാൻ പാടുള്ളതല്ല. അതിലൊരു സംശയവും വേണ്ട. തത്വമയി ന്യൂസിന് അക്കാര്യത്തിലൊരു സംശയവുമില്ല. പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഒരല്പം ഗൗരവമായിട്ട് തന്നെ ഞങ്ങളുടെ ഈ അപേക്ഷയെ കാണുക. ഈ ജിഹാദിയെ കണ്ടെത്തുവാൻ പരമാവധി സഹായിക്കുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും. അതിലും പ്രധാനപ്പെട്ടത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, അവരുടെയും സഹായം തേടുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങളും അന്വേഷണങ്ങളും തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.